കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പ്രചാരണത്തിന് പോകാനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു രാത്രി തിരുവനന്തപുരത്ത് തങ്ങിയിരുന്നു. കേരള BJPയുടെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ അമിത്ഷായെ ഹോട്ടലിൽ പോയി കാണുകയുണ്ടായി. ഇനി ഈ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രാധാന്യത്തിലേക്ക് വരാം. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ ദല്ലാൽ TG നന്ദകുമാർ ഗുരുതര അഴിമതി ആരോപണം ഉന്നയിക്കുകയും പിന്നാലെ പ്രകാശ് ജാവ്ദേക്കറിന് ദല്ലാളുമായുള്ള ബന്ധം ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് തനിക്കെതിരായ നീക്കം അനിൽ ആന്റണി ഉന്നത BJP നേതൃത്വത്തെ പരാതിയായി അറിയിച്ചത്. ആരോപണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് അനിൽ പരസ്യമായി പറയുന്നു. എന്നാൽ ദേശീയ നേതൃത്വത്തോട് പരാതിപ്പെട്ടതിലൂടെ അനിൽ ഉന്നമിടുന്നതും സംശയിക്കുന്നതും BJPക്കുള്ളിലെ എതിരാളികളെയാണ്. പരാതി നൽകിയിട്ടില്ലെന്ന് പരസ്യമായി പറയുമ്പോഴും അനിൽ ആന്റണിയുടെ പ്രതികരണത്തിൽ സൂചനകളുണ്ട്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിലെ ഒരു നാഷണൽ ഓഫീസ് ബെയറിനെതിരെ ഒരു തെളിവുമില്ലാതെ ഇതുപോലെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവരെ ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല. കാത്തിരുന്ന് കാണാം നമുക്ക്. ഈ നന്ദകുമാർ ജാവ്ദേക്കർജിയും എന്തെങ്കിലും രീതിയിൽ കളിപ്പിച്ച് കാണാം. അനിൽ ആന്റണി പരാതി ധരിപ്പിച്ചതിന് പിന്നാലെയാണ് ദല്ലാൽ ബന്ധത്തിൽ ഉത്തരം മുട്ടിയ പ്രകാശ് ജാവ്ദേക്കർക്ക് അമിത്ഷായെ കാണേണ്ടി വന്നത്. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ കൂടിക്കാഴ്ചയെന്ന വ്യക്തമായ സൂചനയുണ്ട്. ഇനി പത്തനംതിട്ടയിലെ സാഹചര്യം. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ അപ്രതീക്ഷിത രംഗപ്രവേശം പലരുടെയും ഉറക്കം കെടുത്തി. അങ്ങനെ അതൃപ്തിയുള്ളവരാണ് ആരോപണത്തിന് പിന്നിലെന്ന് BJPക്കുള്ളിലും പലരും സംശയിക്കുന്നു. പത്തനംതിട്ടയിലേക്ക് K. സുരേന്ദ്രന്റെയും PC ജോർജിന്റെയും പേരുകളാണ് കേരള നേതൃത്വത്തിൽ നിന്ന് പ്രകാശ് ജാവ്ദേക്കറുടെ അറിവോടെ ദേശീയ നേതൃത്വത്തിന് നൽകിയ പട്ടികയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അന്തിമ പട്ടിക വന്നപ്പോൾ നറുക്ക് വീണത് അനിൽ ആന്റണിക്കായിരുന്നു. അതിനാൽ ആരോപണം ഇപ്പോൾ ഉയർന്നത് അനിലിനെതിരായ പടനീക്കത്തിന്റെ ഭാഗമാണെന്ന സൂചനകൾ BJP കേന്ദ്രങ്ങൾ നൽകുന്നു. പത്തനംതിട്ടയിൽ ജയിക്കണം, കുറഞ്ഞ പക്ഷം K. സുരേന്ദ്രൻ കഴിഞ്ഞ തവണ പിടിച്ച 3 ലക്ഷത്തോളം വോട്ട് മറികടക്കുക എന്ന വലിയ കടമ്പയാണ് അനിൽ ആന്റണിക്കുള്ളത്. RSSന്റെ പ്രവർത്തനം പത്തനംതിട്ടയിൽ കൃത്യമായി നടക്കുന്നുണ്ട്. എന്നാൽ മണ്ഡലത്തിലെ BJPയുടെ പ്രവർത്തനം ദുർബലമാണെന്ന പരാതി അനിൽ ആന്റണി 2 ആഴ്ച മുൻപ് ദേശീയ നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നതായി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. CK അഭിലാലിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.